ടൂറിസം വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ നമ്മളെ ഏറ്റവും അടുത്തുള്ള ഒരു ഫ്രണ്ടിൻ്റെ ഒരു കുതിരയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും പല പല ഹോബികൾ കാണും. ഇത് വെറൈറ്റി ആയിട്ടുള്ള ഹോബിയാണ്. അപ്പം ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഇന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഇന്ന് നമ്മളെ സമരം, അതായത് ഹർത്താലിൻ്റെ ദിവസമാണ് ഇന്ന്. നമ്മൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഒന്ന് ഇറങ്ങി നോക്കിയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ കിട്ടി, ഇദ്ദേഹം ഒന്ന് ഫ്രീ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് ഈ ഒരു സംഭവം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ ഫ്രണ്ടാണ്. പിന്നെ ഒരുപാട് നാളെ കണ്ടിട്ടും അത് തന്നെ ഇത് തമ്മിൽ കാണാറില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ജോലിയും വ്യത്യാസമൊക്കെ പ്രശ്നമാണ് തന്നെ തമ്മിൽ കാണാറില്ല. അപ്പോൾ ഇദ്ദേഹത്തെ നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം വീട്ടിലേക്ക്. അപ്പോൾ പേര് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. കുതിരയുടെ പേര് പറയുക, എൻ്റെ ഒരു വരാനുള്ള കാര്യങ്ങൾ. അപ്പോൾ പേരൊന്ന് പറഞ്ഞാൽ എന്താ? എന്റെ പേര് സബീർ. പിന്നെ ഇവളെ പേര് ഹൈറ. വയസ്സ് 3.5 വയസ്സായില്ല. 3 വയസ്സും 5 മാസമായതോള്. 3 വർഷം 3 വയസ്സും 5 മാസം. ഓക്കെ, ഹൈറ എന്ന പേര്. പിന്നെ ഹോബി വരാൻ കാര്യം എന്ന് പറഞ്ഞാല് പണ്ട് അയ്യത്ത് കുറെ കുതിരകൾ ബോർഡിങ് കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടുത്ത് പോയി നിന്ന് കണ്ട് തടവി ഇഷ്ടപ്പെട്ടപ്പോ ഒരു ആഗ്രഹം തോന്നി എടുക്കാനുള്ള. ഓക്കെ, അങ്ങനെ ആ നിന്ന പിള്ളേരുമായിട്ട് പ്രത്യേകിച്ച് പറയാൻ കണ്ണൻ എന്ന് പയ്യനുണ്ടായിരുന്നു. കണ്ണൻ, രാഹുൽ, വിഷ്ണു, പിന്നെ പൂട, അപ്പു, സഞ്ജു പിന്നെ കുറെ പിള്ളേരുണ്ട്. പിന്നെ മെയിനായിട്ട് അവർ ഉണ്ണി എന്ന് പറയുന്ന പുള്ളിയാ. ചുങ്കത്ത് ജ്വല്ലറിയില് സ്വർണ്ണക്കട നിൽക്കുന്ന പുള്ളിയാ. അവന്റെ കൊല്ലത്ത് തന്നെ കുതിരകൾ വന്നത്. അങ്ങനെ അവിടെ നിന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു. എന്റെ നാട്ടിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതായത് എന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം പുളിയക്കോവിൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ കുതിരയും ഈ ഉളിയക്കോലുകാർക്കെല്ലാം പരിചിതമാണ്. അതാണ് പരിചിതമാണ് സബീർ എന്ന് പറയുന്ന വ്യക്തി. അതുപോലെ തന്നെ അദ്ദേഹം റൈഡ് ചെയ്യുന്ന ഈ കുതിരയും. കാര്യം ഈ ഉളിയക്കോൽ ഏരിയയിൽ വേറെ കുതിരയോ വേറെ കുതിരക്കാരനോ ഇല്ല. ഞങ്ങൾക്കുള്ള ആകെ ഒരു കുതിരക്കാരനാണിത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം. എങ്കിലും ഈ ഷോയ്ക്കോ കാര്യങ്ങൾക്കോ എന്തെങ്കിലും കൊണ്ടുപോകാറുണ്ട്? അങ്ങനെ എന്തെങ്കിലും നമ്മള് പരിപാടിക്ക് കൊണ്ടുവന്നാൽ നമ്മൾ ഉത്സവം കേരളത്തിൽ ഒരുപാട് ഉത്സവങ്ങളും കാര്യങ്ങളും ഉണ്ട്. അന്നേരം ഉത്സവത്തിനൊക്കെ ഓരോരുത്തർ നമ്മൾ ചോദിക്കും. ചിലവര് ഇറക്കാൻ പറയും, ചിലവര് വേണ്ടെന്നും പറയും. പക്ഷെ എന്നാലും ഉത്സവത്തിനാക്കും. നമ്മൾ ഉത്സവത്തിനാക്കും. അങ്ങനെ റൈഡ് ചെയ്തുകൊണ്ട് പോകും? അല്ല നടത്തിച്ചു അവരെ കൂടെ കെട്ടാഴ്ചയുടെ കൂടെ നമ്മൾ മുമ്പിൽ കൂടെ കൊണ്ടുപോകും. ഈ ഉദ്ഘാടന ചടങ്ങുകൾ അങ്ങനെ എന്തെങ്കിലും ഉദ്ഘാടനത്തിനെ വിളിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോകും. ഒരു സെറ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി പവറിനോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇഞ്ചക്ഷൻ ഇമ്മ്യൂണിറ്റി പവറിനോ എനിക്ക് അത്ര വല്ല അറിവില്ല. നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കും. ടി എടുക്കും. വന്നു കഴിഞ്ഞാൽ ടി എടുക്കുന്നുണ്ട്. പിന്നെ ഗർഭിണിയായ കുതിരകൾക്കൊക്കെ അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഇതിന് ഈ പേ വരുമെന്നൊക്കെ പറയുന്ന ഉള്ളതാണോ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഈ ആൾക്കാർ പറയുന്നത് ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ പട്ടികളെ എന്തെങ്കിലും വന്ന് കടിക്കാന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഒന്നും പ്രശ്നം വന്നിട്ടില്ല. ഈ കുതിരയിപ്പോ ഒരു പാമ്പ് കുത്തിയാൽ തന്നെ നമ്മളിപ്പോ പാമ്പിന്റെ വിഷം തന്നെ ഉണ്ടാക്കുന്ന കുതിര പാമ്പ് കടിച്ചാലും 1-2 ദിവസം കുഴപ്പമില്ല. പിന്നാണ് ഇവര് ക്ഷീണങ്ങൾ ആന്റിബോഡി ഉത്പാദിപ്പിച്ച് എടുക്കുന്നത്. അതെനിക്കറിയാം. ഈ ആന്റിബനെ നിർമ്മിക്കുന്ന ഇവരെ ശരീരത്തിലുള്ള ഇവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ സൗണ്ട് കേട്ടാൽ മതി. വിളി വിളിക്കും. നമ്മൾ മക്കളെ പോലും ഇതെല്ലാം കുളിക്കത്തില്ല. ഏറ്റവും കൂടുതൽ റൈഡ് ചെയ്തിട്ടുള്ള എത്ര ദൂരമാണ് ഇതിനകത്ത്? ഞാൻ ഇവിടുന്ന് നമ്മളെ ഉയക്കോവിൽ നിന്ന് തുടങ്ങി ആശ്രാമം ഉണ്ടല്ലേ, ആശ്രാമ മൈതാനം, 2 റൗണ്ടെങ്കിലും കറങ്ങുമായിട്ട് എന്നാൽ തിരിച്ച് അവിടുന്ന് തന്നെ തിരിച്ച് ഉയർക്ക് വരും. അപ്പൊ നമ്മൾ കിലോമീറ്റർ നമുക്ക് നോക്കാൻ ഫോണോ കാര്യങ്ങളോ പറ്റത്തില്ല. ഒറ്റയ്ക്കാണ് പോകുന്നത്. ഈ പിന്നെ നമുക്ക് പരിപാടികളൊക്കെ വരുമ്പോഴത്തേക്ക് ഇന്ന് എങ്ങനെ നടത്തിച്ചുകൊണ്ട് പോകുമോ അതോ വണ്ടിക്കകത്ത് പരിപാടി സ്ഥലത്ത് കൊണ്ടിറക്കിയിട്ട് പിന്നെ അവിടുന്ന് ഒരു പരിപാടിക്ക് ഏതൊക്കെ റൂട്ടാന്ന് വെച്ചാൽ അവിടെ നിന്ന് നടത്തിച്ചുകൊണ്ടാണ് പോകുന്നത്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തിരിച്ച് വണ്ടിക്കകത്ത് കയറ്റി വീട്ടിൽ കൊണ്ടുപോകും. ഈ ഹെയർ വരുന്നത് ഈ ആൺകുതിരയ്ക്കും പെൺകുതിരയ്ക്കും ഒക്കെ വരും? എല്ലാത്തിനും വരും അതോ എങ്ങനെ? കുതിരകൾക്ക് എല്ലാത്തിനും വരും ഹെയർ. കുതിരകൾക്ക് എല്ലാത്തിനും ഹെയർ വരും. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കുതിരയ്ക്ക് ഹെയർ വെട്ടിയിടും. ഇത് ഷേപ്പിന് വേണ്ടി ഇത് അതിനെ കാണാനും ഭംഗിക്ക് വേണ്ടി. ഞാൻ വെട്ടിയിട്ടില്ല. ഇത് വെട്ടിയിട്ട് അതോ എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടോ ചെയ്യുന്നത് ഇങ്ങനെ ലെവൽ ചെയ്ത് വെട്ടിത്തരുന്നത്? അല്ലാതെ നമ്മൾ തന്നെ വെട്ടത്തുള്ളൂ. സ്വന്തമായിട്ട് വെട്ടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്നാലും എല്ലാ ബ്രീഡിനും ഈ ഹെയർ കാണും. ലേഡീസിനും മെയിലും ഫീമെയിലും എല്ലാം വരും. വീട്ടില് പിന്നെ വേറെ ആർക്കെങ്കിലും ഒക്കെ ക്രൈസ് ഉണ്ടോ ഇതിനകത്ത് റൈഡ് ചെയ്യാനായിട്ട്? ക്രൈസ് മോനാണ്. മോന്റെ പേര് അജ്മൽ എന്നാണ്. അവനാണ് ഇവിടെ പുറത്ത് ഫസ്റ്റ് കയർ റൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഇതിനെ 2.5 വയസ്സ് വാങ്ങിച്ചതാണ്. അതിന് കയറുന്ന സമയമുണ്ട്. ഒരു 3 വയസ്സ് 3.25 വയസ്സ് 3.5 വയസ്സിനകത്തേക്ക് ആള് കയറി തുടങ്ങണം. അങ്ങനെ ഇതിന്റെ എല്ലിനൊക്കെ ഒരു ശക്തി എടുത്തോളൂ. അല്ലെങ്കിൽ സമയത്ത് കയറി കഴിഞ്ഞാൽ നടുവള്ളിക്കും. പിന്നെ അതിനെ കൊണ്ടൊന്നും കൊള്ളത്തില്ല. നിങ്ങള് ഇതിപ്പം ഫീമെയിൽ എന്നല്ലേ പറഞ്ഞ? അപ്പൊ ഇതിന് ഇനി എങ്ങനെ മീറ്റിംഗ് ടൈം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ? മീറ്റിംഗ് ടൈം ആയിരുന്നു. ഇതിപ്പോ അവളെ സ്റ്റഡി ചെയ്യിപ്പിച്ചിട്ട് 3 മാസമായി. ഇന്നലെ വിഷുവിനായിരുന്നു സ്റ്റഡി ചെയ്യിപ്പിച്ചത്.
ഓഹോ 14-ാം തീയതി ഈ മാസം 14-ാം തീയതി കറക്റ്റ് 3 മാസം. എത്ര ഇതിന്റെ ഒരു ചാർജ് അല്ല നമ്മളെ ഈ ടൈം? അത് 12 മാസം. 12 മാസം ഉണ്ട്. നമുക്ക് റോഡിൽ കൂടെ ഓടിക്കുന്നതിന് എന്തെങ്കിലും, അതായത് റൈഡ് നമുക്ക് മുകളിൽ ഇരുന്ന് റൈഡ് ചെയ്തുകൊണ്ട് പോകുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നിയമവശമായിട്ട് പറയുന്ന പകല് വെയിലുള്ള സമയത്തിന് ഇറക്കിക്കൂടാ. വെയിലത്തിറക്കിക്കൂടാ എന്ന് പറഞ്ഞാൽ വെയിൽ കഴിഞ്ഞിട്ട് ഒരു 4 മണി ശേഷം എന്ന് പറഞ്ഞാൽ വെയിൽ താഴ്ന്ന് ഒരു തണലൊക്കെ ആകുമ്പോഴത്തേക്ക് 4 മണി ശേഷം വെളുക്കളൊക്കെ നമുക്ക് ഓട്ടിക്കുമ്പോഴത്തേക്ക് റോഡിൽ ഇറക്കി ഓട്ടിക്കുമ്പോഴത്തേക്ക് മറ്റുള്ളവർക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കരുത്. എന്നാൽ വണ്ടി തിരക്കുള്ളടുത്ത് കൊണ്ടുപോകാൻ പാടില്ല. മറ്റുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ കേട്ട് ഇത് വരണ്ടല്ല. കുതിരകൾക്ക് ഓണടി കുഴപ്പമില്ല, അത് സൈലന്റ് ക്യാരക്ടറുള്ള കുതിരകളുണ്ട്. നമ്മൾ ഈ ഓണടി കേട്ടൊക്കെ നടക്കുന്നത്. പക്ഷെ അല്ലാതെ ഒരു വർഷം ഒരു കുതിരക്ക് ഒരു ഉള്ളിൽ നിൽക്കുന്ന ഒരു കുതിര നമ്മൾ പെട്ടെന്ന് റോഡ് സൈഡിൽ കൊണ്ടിറക്കി കഴിഞ്ഞാൽ കുതിര കരുതലും അങ്ങനെയൊക്കെ നമ്മൾ നോക്കി കണ്ട് കൊണ്ടുപോകണം. നമുക്ക് എന്റെ ഈ ഉറക്കമൊക്കെ എങ്ങനെ, നമ്മൾ എത്ര മണിക്കൂറിന് റെസ്റ്റ് ഉണ്ട് അതൊക്കെ എങ്ങനെയായിരുന്നു? ഉറക്കമെന്ന് പറഞ്ഞാൽ ചില കുതിരകൾ കിടന്നുറങ്ങത്തില്ല. ചില കുതിരകൾ നിന്നുറങ്ങും, ചില കുതിര കടന്നുറങ്ങും. കടന്നുറങ്ങുന്ന പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ നമ്മൾ ഇവിടെ നല്ല ഭംഗി കടന്നുറങ്ങും. ആഹാരം കൊടുത്ത് നമ്മളൊരു 7 മണിക്ക് ആഹാരം കൊടുക്കും. ആഹാരം കൊടുത്തിട്ട് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ പിന്നെ പുല്ലുണ്ട്, പുല്ലിട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 9:30-10 മണിയൊക്കെ ആകുമ്പോ വളങ്ങിയിരിക്കും. ഇരുന്നിട്ട് പിന്നെ ഒറ്റ കിടത്തയാ. സാധാരണ പശുക്കളെ കടന്നുറങ്ങും. നമ്മള് ചില ആൾക്കാർ കടന്നുറങ്ങാൻ സമ്മതിക്കത്തില്ല. കുതിരയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റ കുടലേ ഉള്ളൂ. പശുവിന്റെ കണക്ക് അഴ വിട്ടുന്ന ജീവിയല്ല. കരിക്കുന്ന അഴ ഡയറക്റ്റ് കയറുക. അപ്പം ചില ആൾക്കാർക്ക് പേടിയാണ്. കടന്നുറങ്ങുമ്പോൾ ഈ കുടല് തന്നെ കുരുങ്ങും എന്നുള്ളൊരു പേടിയാണ്. ചില ആൾക്കാരെ കടത്തി ഉറക്കത്തില്ല. പക്ഷെ കുതിര കടന്നുറങ്ങുന്നത് അത്ര നല്ലതാ. കുതിര ശരീരത്തിന് നല്ലതാ, നല്ലതാ. ഭംഗിയായിട്ട് കിടന്നുറങ്ങും. ഓക്കെ. അപ്പം എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസോ കാര്യങ്ങൾ, അപ്പൊ നിങ്ങൾക്കും എന്തെങ്കിലും പ്രോഗ്രാംസോ കാര്യങ്ങളോ ഇനാഗ്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാനാണ്. കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത പ്രൈസ് കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലേ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ലൊക്കേഷൻ ചെറുതായിട്ടൊന്ന് മാറി. അവിടെ കൊച്ചു മക്കളും കാര്യങ്ങളൊക്കെ വന്ന് ആകെ ചെറിയൊരു പ്രശ്നമായി, അതായത് കുതിരയെ കാണാനൊക്കെ. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ ചെറിയൊരു ഡിസ്കംഫർട്ട് ഉണ്ടായിട്ട് നമ്മൾ ലൊക്കേഷൻ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ കുതിരയെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ കുതിരയുടെ വിശേഷങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ മറ്റേ പോണിക്കുതിരയുടെ കാര്യം പറഞ്ഞു നിർത്തി. അപ്പോൾ പോണിക്കുതിരയെ വാങ്ങിച്ചു, അതിന് 2 വർഷം നോക്കി എന്നുള്ള കാര്യം പറഞ്ഞു. അതിനുശേഷം എന്തായിരുന്നു പിന്നീട്? മറ്റേ അതിനുശേഷം പിന്നെ നാട്ടുകുതിര കുട്ടിയും കൂടെ വാങ്ങിച്ചേ. അതിനെ വാങ്ങിച്ച് വളർത്തിയാണ് കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയത്. എങ്ങനെ നമുക്ക് റിയൽ എക്സ്പീരിയൻസ് കിട്ടിയ കറക്റ്റ് അതിനകത്ത് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, എങ്ങനെ അതുകൊണ്ട് മുമ്പോട്ട് എങ്ങനെ പോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതാ. അതിലൊരു 1 വയസ്സൊക്കെ ആയപ്പോഴാണ് കുട്ടി എല്ലാവരും ഒരുമിച്ച് കൊടുത്തൊരു കുറച്ചാളത്തേക്ക്. പിന്നെ അതൊന്നും വെച്ച് വിട്ട് നിന്നിട്ട് നമുക്കൊരു ഇത് കിട്ടുന്നില്ല, മാനസികമായിട്ടൊരു ഇപ്പൊ കുതിര കെട്ടിയ സ്ഥലമൊക്കെ വന്നിരുന്ന് നോക്കും, വൈകുന്നേരം നോക്കും, നമുക്കൊരു മനസ്സിന് വിഷമം. അങ്ങനെ ഇരുന്നപ്പോ ഇതിനകത്ത് കുറെ ഗ്രൂപ്പുകളുണ്ട്, വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പം അതിനകത്ത് കണ്ട കോഴിക്കോട് ഈ കുതിര കോഴിക്കോട് വാങ്ങിച്ചത്. നദീർ തങ്ങൾ എന്ന് പറഞ്ഞ പുള്ളിയുടെ വാങ്ങിയത്. പക്ഷെ കോഴിക്കോടുള്ള നദീർ തങ്ങൾ. പിന്നെ കുതിര എന്ന് പറഞ്ഞാല് ഓൾറെഡി ഈ കൊല്ലത്ത് പ്രസവിച്ച കുതിരയാണ്. ഇത് ഇവിടെ ഡെലിവറി ചെയ്ത ഇതിനെ കോഴിക്കോട് കൊണ്ടുപോയതാ. അതിനെ ഇവിടുന്ന് കൊല്ലത്തുനിന്ന് കോഴിക്കോട് അപ്പൊ അതിനെ കണ്ടപ്പം ഒരു ഗ്രൂപ്പിൽ വന്നിട്ടപ്പം മനസ്സൊന്നും ആഗ്രഹിച്ചു ഇതിനെ കിട്ടിയാന്നുണ്ടെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ അത് തിരിച്ച് നമ്മളായി തന്നെ വന്നത്. അവര് തന്നെ ഭംഗിയായിട്ടാണ് നോക്കിയത്. അത് അവർക്ക് കൊല്ലത്താന്ന് പറഞ്ഞപ്പോ നമുക്ക് തരാനും മടിയായിരുന്നു. പൊതുവെ കൊല്ലക്കാരെ കുറിച്ചൊരു നല്ല അഭിപ്രായമാണല്ലോ. അതുകൊണ്ട് അവർ പറഞ്ഞ കുതിര ഒരു മടി അന്നലെ അവര് തന്നിട്ട് ഒരൊറ്റ കാര്യം ചോദിച്ചോളൂ, ഇത് തന്ന അതേ കണ്ടീഷനിൽ തന്നെ നിർത്തണേന്ന്. അവരെപ്പോഴും വിളിക്കും. പുള്ളി എന്ന് പറഞ്ഞാൽ നജീമും വിളിക്കും, പിന്നെ അൻസർക്ക് എന്ന് പറഞ്ഞാൽ ആ പുള്ളിയും വിളിക്കും. കുതിരയൊക്കെ കണ്ട് സുഖമാണോ അത് ചോദിക്കും, ഫോട്ടോ ഇട്ട് കൊടുക്കാൻ പോകുന്നത്, ഫോട്ടോ ഇട്ട് വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത്. കുതിര അതേ കണ്ടീഷൻ തന്നെ നിന്നപ്പോ അവര് പറഞ്ഞ അവർക്ക് പേടിയായിരുന്നു കുതിര കൊല്ലത്താർക്കുള്ള കൊടുത്തു കഴിഞ്ഞാൽ കുതിര നോക്കത്തില്ല. ആദ്യത്തെ ക്രൈസ് പിന്നീട് കാണത്തില്ലല്ലേ. പിന്നെ ആ പേടി അവർക്ക് ഇതോടുകൂടി മാറി ക്ലിയർ ആക്കി കൊടുത്തു കറക്റ്റായിട്ട് പേരില്. ഓക്കെ. പിന്നെ നമുക്ക് ഇതിന്റെ ഈ ഫുഡിന്റെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു, 2 നേരമാണ് ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും നമ്മളെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും സപ്പോർട്ടോ കാര്യങ്ങളോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് രജിസ്റ്റർ ചെയ്യണോ, ലൈസൻസോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ? ലൈസൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ലൈസൻസ് അങ്ങനെ ഇതിന് കുതിരകൾക്ക് ഇല്ല. ഇൻഷുറൻസ് സംഭവം ഇല്ല. ഒന്നും കുതിരകൾക്കില്ല. പക്ഷെ പശുവിനുകൾ, പോത്തിന്, എല്ലാ ജീവജാലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുതിരയ്ക്ക് ഇതായിട്ടും അംഗീകരിച്ചിട്ടില്ല. ഇതിപ്പോ നമുക്ക് അസുഖങ്ങളൊക്കെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സാധാരണ മൃഗാശുപത്രികളാണോ കാണിക്കുന്നത്, അതോ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കുതിരയ്ക്ക് വേണ്ടി മാത്രമുള്ള എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ നമ്മളിപ്പോ ഓലയിലുണ്ട് മൃഗാശുപത്രി. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാലും അവർക്കും വലിയ
എടുത്തില്ല കുതിരയുള്ള എങ്ങനെയാണ്. പക്ഷെ അവര് സാധാരണ മരുന്ന് വെക്കുന്നവർക്ക് അവർ തരും. പക്ഷെ അത് നമുക്കൊരു തൃപ്തി ആവത്തില്ല. എന്നാൽ കുതിരകളെ നോക്കുന്ന ഡോക്ടർമാര് ഉണ്ട്. അവർക്ക് അറിയാവുന്ന കൊല്ലത്തിനെ കുറിച്ച് അറിയാവുന്ന ഡോക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊല്ലം നായസുഖി ഡോക്ടർ ഉണ്ട്. നോക്കുന്ന ഡോക്ടറാണ്. ആ പുള്ളി നല്ല കുതിരയുടെ കാര്യങ്ങളെല്ലാം കറക്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു തരും. അല്ലെങ്കിൽ ഡോക്ടറിന്റെ പുള്ളിയുടെ പേര്. പുള്ളി റിട്ടയർഡാ. പുള്ളി ആനയും കുതിര ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ പുള്ളി നോക്കുന്നു. സാധാരണ പുള്ളി പ്രശ്നത്തിന് ആനയുടെ എവിടെ പരിപാടി എന്നാലും പുള്ളിയെ വിളിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു കുതിര വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ ഒരു പ്രൊസീജിയർ? എങ്ങനെയാണ് ഇപ്പൊ ഒരു ആഗ്രഹം തോന്നി നമുക്ക് ഒരു കുതിര വാങ്ങിക്കണം എന്ന് വെച്ചാൽ എവിടെ നിന്ന് എങ്ങനെയാണ് അതിന്റെ ഒരു സപ്പോർട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് കുതിര ഉള്ള ആൾക്കാര് നമ്മൾക്ക് ഇപ്പൊ കൊല്ലത്തൊന്നല്ല ഇപ്പൊ എല്ലാ വാട്സ്ആപ്പ് കോൺടാക്ട് അതിനകത്ത് ഒരു ഫോട്ടോ ഇടുമ്പോൾ നമ്മൾ അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ചെക്ക് ചെയ്ത് നോക്കും. കാലിന് കൈ ഉണ്ടോ നോക്കും. പിന്നെ നടുവിൽ നമ്മൾ എന്തോ നോക്കും. പിന്നെ കണ്ണിന്റെ കാഴ്ച, പിന്നെ റൈഡിങ്ങും കാര്യങ്ങളെല്ലാം നോക്കിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിന്റെ ക്യാരക്ടർ പറഞ്ഞാൽ കടി, ചവിട്ട്, തൊഴി ഒക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇച്ചിരി പാടാം. കൊണ്ടുവരുന്നത് അങ്ങനെ ഒരു വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതനുസരിച്ചുള്ള വിലയാണ്. ക്യാരക്ടർ പക്കയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വിലയാവും. പിന്നെ അതുപോലെ തന്നെ സാധാരണക്കാരനെ ഒരാള് ഒരു കുതിര എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മേയിച്ചോണ്ട് പോകാൻ, അതായത് തന്നെ ചെലവ് കാര്യങ്ങൾ, അതിന്റെ ഫുഡ് വലിയ അത് കോസ്റ്റ്ലി ആവും, ഒരുപാട് പൈസ ആവും. അത് സാധാരണ അതൊക്കെ താങ്ങാൻ പറ്റുന്ന രീതിയിൽ സാധാരണക്കാർക്കും കുതിര വളർത്താം. നമുക്ക് ഇപ്പൊ കുതിര നോക്കണമെങ്കിൽ നമുക്ക് 50 രൂപയ്ക്ക് നോക്കാം, 500 രൂപയ്ക്ക് നോക്കാം. നമ്മള് സാധാരണക്കാരാണെന്നെ അതേ രീതി നമുക്ക് നോക്കാം. പക്ഷെ രണ്ടുപേരും നമ്മൾ കറക്റ്റ് ആഹാരം കൊടുക്കണം. അതിന്റെ വെള്ളവും ഒരു ദിവസം ഒരുപാട് വെള്ളമൊക്കെ സാധാ കിണറ്റിലെ വെള്ളം തന്നെ നമ്മളിപ്പോ ഫുഡ് കൊടുത്തിട്ട് ഒരു 10 ലിറ്ററിന്റെ ബക്കറ്റിൽ വെള്ളം വെച്ച് കൊടുക്കും. അത് കുടിക്കും 10 ലിറ്റർ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കൊണ്ട് കെട്ടിലെടുത്താന്നുണ്ടെങ്കിൽ നമ്മള് വെള്ളം നിറച്ചെപ്പോഴും ചൂടൊക്കെ ഇല്ല, എപ്പോഴും ഒരു ക്യാനകത്ത് വെള്ളം എപ്പോഴും നിറച്ചു കൊടുത്തേക്കണം. ചൂടാൻ്റെ രീതിയിൽ പുല്ലും തിന്നും ഒന്ന് വെള്ളം കുടിച്ച് അവിടെ അങ്ങനെ സാധാ പുല്ല് തന്നെ അതുപോലെ തന്നെ നമുക്ക് ഷെൽട്ടർ സാധാരണ നമ്മളെ ഈ എരുത്തിലോളത്തുള്ള അവിടെ ആ സെറ്റപ്പ് നമ്മൾ തറയിട്ട് പിന്നെ താറപ്പ വലിച്ച് കെട്ടി നിർത്തിയിരിക്കുന്നത്. അപ്പൊ നിൽക്കുന്ന ഭാഗം വൃത്തിയായിട്ടാണ് നിർത്തിയിരിക്കുന്നത്. വെള്ളമോ കാര്യങ്ങളൊന്നും കയറത്തില്ല. പിന്നെ രാത്രി പുകയ്ക്കും, കൊതുവിന്റെ ശല്യം പുകയ്ക്കും. അതേ ഉള്ളൂ. പിന്നെ നമുക്ക് കൂടുതൽ റൈഡ് ചെയ്യുകയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഈ റൈഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ? റൈഡ് ചെയ്യുന്ന ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. പറമ്പോ കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാ ടാറ്റ റോഡും കാര്യങ്ങളാണ്. പിന്നെ നമ്മള് വെയിൽ താന്നിട്ട് 5 മണി 4 മണി ടൈമിലൊക്കെ ചെറുതായിട്ട് ഇറങ്ങി റോഡിൽ കൂടെ മറ്റുള്ളവർ ശല്യം ഇല്ലാതെ കൊണ്ടുപോകും. അല്ലെങ്കിൽ ഉത്സവത്തിനോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷൻസിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട് എന്തെങ്കിലും നിയമവശങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിയമവശങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് പരിപാടി ഉത്സവം കല്യാണം ഞാൻ കണ്ടിട്ടുണ്ട് പലയിടത്തും ഇതാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നത്. അത് കല്യാണത്തിന് കൊണ്ടുപോകാൻ വിളിക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ ഉത്സവത്തിന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കട ഉദ്ഘാടനം അങ്ങനെയൊക്കെയുള്ള ഇവന്റ് ഷൂട്ടിങ്ങിന് വിളിക്കാറുണ്ട്. അത് നമ്മള് അങ്ങനെ അതിന്റെ കാര്യങ്ങൾ ദൂരമൊക്കെ നോക്കിയാണ് നമ്മൾ റേറ്റ് വാങ്ങുന്നത്. കൊണ്ടുപോകാറുണ്ട്. 2 പേര് എപ്പോഴും കൂടെ കാണും ഒരു പരിപാടി സമയത്തൊക്കെ. അപ്പൊ ആ 2 പേരെ ശമ്പളം, പിന്നെ ബാറ്റ, അതിന്റെ ചെലവുകള്, കാര്യങ്ങള്, വണ്ടിക്കൂലി എല്ലാം കൂടെ ചേർത്തൊരു എമൗണ്ട് പറയുന്നത്. എങ്ങനെ ഒരു ദിവസത്തേക്കാണോ? ഒരു ദിവസത്തേക്കുള്ള ഏറ്റവും ലോങ് എവിടം വരെ പോയിട്ടുണ്ട് ഇതുമായിട്ട് നമുക്ക് ഈ ഇവന്റുകളും? ലോങ് ഇപ്പൊ ഇവക്കിപ്പോ അങ്ങനെ വലുതായിട്ട് അങ്ങനെ പരിപാടി എടുത്തിട്ടില്ല. എടുത്തിട്ട് നമ്മൾ ഉള്ളിയാക്കില്ല അമ്പലം അങ്ങനെ അടുത്തുള്ള ലോങ് നമ്മൾ പോയിട്ടില്ല. അപ്പൊ നമ്മളൊരു ക്രൈസിന് വാങ്ങിച്ച സാധനമാണ്. പിന്നെ അതിന്റെ കൂടെ പോകുന്നേ ഉള്ളൂ, അതല്ലാതെ പ്രൊഫഷണലായിട്ട് കൊണ്ടുപോകുന്നില്ല. ഓക്കെ. അല്ല, ഞാൻ അതല്ല പറഞ്ഞു. അപ്പൊ ഈ ഉളിയക്കോലുള്ള ആൾക്കാർക്കൊക്കെ നമ്മളെ സബീർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും അറിയാൻ പറ്റും. ഇരിക്കുന്ന ഈ കുളമ്പടി കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെ അറിയാം ദൂരമില്ലല്ലോ അതിലെ കൂടെ പോയെന്നുള്ള കാര്യം പറയാനൊക്കെ. അപ്പം ഉളിയക്കോലുള്ളവരാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ അറിയാവുന്ന ഒരുപാട് ആൾക്കാർ കാണും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളത്. അതായത് ഇന്നത്തെ ദിവസം വെറുതെ ഇരിക്കേണ്ടെന്ന് കരുതി ഈ ഒരു ഐറ്റം നിങ്ങളിലേക്ക് എത്തിക്കാൻ കൂടെ എത്തിയാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേണത്തുള്ള അഗ്വേഷൻ അതുപോലെ തന്നെ മറ്റു പരിപാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാനാണ്. നമ്മളെ പുതിയതായിട്ട് ആൾക്കാർ ക്രൈസ് മൂത്ത് എടുക്കുന്ന ആൾക്കാരാണ് കുതിരകളെ. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കാനായിട്ടുണ്ടോ? അഡ്വൈസ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു കുതിര എടുക്കാൻ ചെല്ലുമ്പോൾ ചില ആൾക്കാർ വന്ന് അത് നോക്കാതെ എടുത്ത് കളഞ്ഞിട്ട് പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടായി മാറും. അന്നേരം അവരെ എടുത്ത വില പോലും കിട്ടത്തില്ല. കുതിര ഫീൽഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കുറെ ആൾക്കാരും എങ്ങനെ പറ്റിക്കാം എന്നുള്ള ചിന്ത പല നടക്കുന്ന എല്ലാ ഫീൽഡിലും ഉണ്ട്. പക്ഷെ നമ്മളങ്ങനെ ചെന്ന് നോക്കാം. നമ്മൾ ഡയറക്റ്റ് പോയി കുതിര കാണുക, കുതിരയുടെ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളെ കൊണ്ടുപോവുക. എത്ര ദൂരമായാലും കൊണ്ടുപോയി അതിന്റെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് മെയിനായിട്ട് 2 കാല്, 2 കൈ, പിന്നെ അതിന്റെ നടു,
പിന്നെ റീഡിങ്, പിന്നെ സോങ് ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നോക്കുക. കടി ഉണ്ടോ ചവിട്ടുണ്ടോ. അഗ്രസീവ് ഒക്കെ ഇതിന് റേറ്റ് കുറവായിരിക്കും അല്ലേ? എന്ന് പറഞ്ഞാല് ഡേഞ്ചർ ആയിട്ട് നിൽക്കുന്ന കടി, എപ്പോഴും ചവിട്ടും കടിയായിട്ട് നിൽക്കുന്ന കുതിരക്കൊക്കെ നമ്മളെ കടിക്കും. കടിക്കുന്ന പറഞ്ഞാൽ അതിനെ നോക്കിയ നോട്ടത്തിലായിരിക്കും. അതിനെ മുമ്പ് നോക്കുന്ന ആൾക്കാർ എങ്ങനെ അതിനെ ഉപദ്രവിക്കുന്നു അത് കണക്ക് മനസ്സിനകത്ത് വെച്ചുകൊണ്ടായിരിക്കും അടുത്ത ആൾക്കാരുടെ ഉപദ്രവിക്കുന്നത്. പക്ഷെ കുതിരകളൊന്നും അങ്ങനൊന്നും മൊത്തം ശല്യമുള്ള ഇതൊന്നും അല്ല. പക്ഷെ ചില മനുഷ്യന്മാര് തന്നെ ഉണ്ടല്ലോ കാണിക്കുന്നത്. എല്ലാവരും തല്ലാൻ വന്നെങ്കിലും തിരിച്ചെനിക്ക് തല്ലാൻ കഴിവില്ലെങ്കിലും ഓരടിയിലും കൊടുക്കാനൊന്നും പോകാൻ പറ്റത്തില്ല. ആ രീതി കുതിരയും ജീവജാലങ്ങളും. പക്ഷെ എന്നാ അതിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മളെ ചങ്ക് കുറച്ച് വരും, കൂടെ നിൽക്കും. അപ്പൊ എപ്പോഴും റെയിലായിട്ട് പോയി കാണുക, അല്ല നോക്കി കണ്ട് അറിയാം. നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഇങ്ങനെ പോകുന്നുണ്ടോ? അതായത് നമ്മള് കൂടുതലും പോകുന്ന നോർത്ത് നിന്ന് ആൾക്കാർ കൂടുതലും പോകുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒന്ന് ഇവിടുന്ന് പോകുന്ന പറഞ്ഞാല് മയ്യനാട് സക്രി എന്ന ഇവിടെ നല്ല 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 പേരിട്ട കുതിരയൊക്കെ പുള്ളി ഇറക്കിയിട്ടുണ്ട്. ശിവാജി എന്ന് പറയുന്നത് മെയിൻ ശിവാജി എന്ന് പറഞ്ഞ കുതിരയുണ്ട്, ടോപ്പ് കുതിരയെ. അതായത് സക്രിയ ഇവിടെ കൊണ്ടുവന്നതാണ്. അത് നോർത്തിൽ നിന്നാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മഹാകല്ല് എന്ന് പറഞ്ഞ കുതിര അതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ ഏകദേശം എത്ര റേഞ്ച് വരുന്നതാ? അതൊക്കെ എന്ന് പറഞ്ഞാല് ശിവാജി ഒക്കെ എന്ന് പറഞ്ഞാല് നല്ല അതെന്ന് പറഞ്ഞാൽ സ്റ്റാലിനാ, പക്ക സ്റ്റഡ്നയില. അതൊക്കെ എങ്ങനെ 10-15 ലക്ഷം രൂപ ആ റേഞ്ചിലൊക്കെ വരും. അത്ര ഹൈ ക്വാളിറ്റി സാധനം, ലൈനേജ് കുതിരകളാണ്. ലൈനേജ് ഉള്ള അപ്പൊ അതാണ് വില. അതാണ് ഈ സ്റ്റാർട്ട് സർവീസ് ഒക്കെ ഇവിടെ ഉണ്ടോ? നമ്മള് കുറ്റിച്ചിറയിലുണ്ട്, ഇന്ത്യാസ് ബായ് എന്ന് പറയും. ഇന്ത്യാസ് കുറ്റിച്ചിറയിൽ. എങ്ങനെ ഇതിന്റെയൊക്കെ ചാർജ് എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ്. 10 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. 10, 15, 20, 25 കുതിരയുടെ ക്വാളിറ്റി അനുസരിച്ചാണ്. വൈറ്റ് കുതിര, ബ്ലാക്ക്, പിന്നെ ലൈനേജ്. ഇത് അത് സക്സസ്ഫുൾ ആയാലും അല്ലെങ്കിലും ഒറ്റ ഇതേ ഉള്ളൂ. നമ്മള് നന്നായിട്ട് സക്സസ്ഫുൾ അല്ലെന്നുണ്ടെങ്കിൽ അവർ ഈ പൈസ ഈ 10-15 വെച്ച് വാങ്ങിക്കാന്നുണ്ടെങ്കിൽ അവരെ കൺഫേം ട്രെയിനിനെ കൊണ്ടുപോയി ചെയ്യിപ്പിക്കുന്നുള്ളൂ. കൺഫേം ആക്കിയാൽ തരത്തുള്ളൂ. നമ്മൾ പൈസ കൊടുക്കുന്നതാണ്. അഥവാ എന്തെങ്കിലും നമ്മൾ ഓട്ടക്കുറവെല്ലാം പോയി കഴിഞ്ഞാൽ അവർ ഒരു വട്ടം കൂടെ സ്റ്റഡി ചെയ്ത് തരും. ഇന്നത്തെ കാര്യം അവർക്ക് അറിയത്തില്ല. നമ്മളെ കയ്യിൽ നിന്ന് തെറ്റ് പറ്റി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തായാലും അങ്ങനെയുള്ള സർവീസിനുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ നമ്പറും ഞാൻ ഈ പറഞ്ഞ ഇന്ത്യാസ് അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത ആവശ്യമുള്ളവരും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മെഡിസിന്റെ കാര്യം പറഞ്ഞ് ഈ ഡെലിവറി ടൈമിന്റെ ഒക്കെ എങ്ങനെയാണ്? ഡെലിവറി ടൈം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു പുതിയ സ്റ്റഡി ചെയ്തിട്ട് 3 മാസം വരെ കറക്റ്റായിട്ട് നോക്കുക. 3 മാസം വരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൊണ്ട് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്താൽ നമുക്കും വലുതായിട്ട് ഇതിനെക്കുറിച്ച് വലിയ ഇതില്ല, എന്നാലും അറിയാൻ കാര്യം പറയുക. സാധാരണ എല്ലാവരും പറയാൻ ഒരു മാസം കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് കൊടുത്ത് ടെസ്റ്റ് ചെയ്യാം. അന്നേരം നമുക്ക് കൺഫേം ആണെന്ന് അറിയാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ കുതിരയുടെ നമ്മള് പൊതുവെ അറിയാൻ ആൾക്കാരല്ല പള്ളയില് ആൾനരമ്പ് നരമ്പുണ്ട്, അത് തെളിഞ്ഞു വരും. 2-3 മാസമൊക്കെ ആകുമ്പോൾ തെളിഞ്ഞ് വരുമ്പോൾ അത് നമ്മൾ കൺഫേം ആക്കി പറയാം. പിന്നെ രണ്ടാമത് നമ്മള് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് അറിയാൻ കുറെ ആൾക്കാരുണ്ട് നമ്മളെ ഈ ഗ്രൂപ്പിൽ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ആൾക്കാർ. അതിന് ഏത് പാരാത്തിൽ വിളിച്ചാലും വരുന്ന ആൾക്കാർ. അവരെ വിളിച്ച് ചോദിക്കുന്നവർ കറക്റ്റ് അതിന്റെ എല്ലാം പറഞ്ഞു തരും. അതാണ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നമുക്ക് കൊണ്ടുപോകാം. അല്ല നമ്മൾ ഈ ഡെലിവറി കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ആണോ അതോ വീട്ടിൽ തന്നെ ഈ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ പേര് വലിയ നമ്മൾ പോലും അറിയത്തില്ല. പിന്നെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെന്ന് പറയുമ്പോൾ അതിന് മരുന്നും കാര്യങ്ങളൊക്കെ സർക്കാരായിട്ട് നമുക്ക് തരുന്നുണ്ടല്ലേ. എന്നാലും മെയിനായിട്ട് നമ്മളിവിടെ കൊല്ലത്തുണ്ടെന്ന് പറഞ്ഞാൽ ഓല തന്നെ നമ്മളാണ് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത്. കരുനാപ്പള്ളി, കായംകുളം ഉള്ള ടീമെല്ലാം അവിടെ തന്നെ ഓലയിൽ വരുന്നുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ കുതിരയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ചെറിയൊരു വീഡിയോ ആണ്, ആളെ എപ്പോഴും കിട്ടുന്ന ആളല്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ബന്ധിന്റെ പരിപാടി നിൽക്കുന്നതുകൊണ്ട് മാത്രം ആളെ കിട്ടിയതാണ്. അപ്പം കുതിരയെ നമ്മൾ പെട്ടെന്ന് മാറ്റി, കാര്യം ആൾക്കാരും ബഹളമൊക്കെ ആയതിനു ശേഷം അതുകൊണ്ടൊക്കെയാണ് നമ്മൾ മാറ്റിയത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിനൊക്കെ തന്നെ നമ്മൾ ഇവിടുത്തെ സർവീസ് ഈ ഇന്ത്യാസ് എന്ന് പറയുന്ന പുള്ളിയുടെ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മളെ ചെറിയൊരു സമയം തന്നതിന് വളരെ നന്ദിയുണ്ട്. അപ്പം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഒരിക്കലും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.